ഒരു അടിപൊളി മസാല പുട്ട ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ, അതും കല്ലുമ്മക്കായ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഈ സെയിം പാനിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും കരിവേപ്പിലും ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, സവാള ഒക്കെ ചേർത്ത് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കണം. ഇനി ഒരു തക്കാളി അരിഞ്ഞത് നമ്മൾ പൊരിച്ചു വെച്ച കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയുടെ. ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ്. ഇനി പുട്ടുണ്ടാക്കണം. നമ്മുടെ KK ഫുഡ്സ് ഡെവലപ്പ് ചെയ്ത് അവരുടെ എക്സ്ക്ലൂസീവ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് പച്ച വെള്ളവും ഒഴിച്ചിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈ പോലും യൂസ് ചെയ്യണ്ട കേട്ടോ, സിമ്പിളായിട്ട് സ്പൂൺ വെച്ച് ചെയ്യാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി കിഡിലനായിട്ട് റെഡിയാവും. ഇനി കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കല്ലുമ്മക്കായ റോസ്റ്റ് ഇട്ട് പുട്ടുപൊടി ഇട്ട് ലേസ് റിപ്പീറ്റ് ചെയ്ത് വെറും 2 മിനിറ്റ് ആവി കയറ്റിയാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. പുട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കിടിലം പോലത്തെ പുട്ട് കിട്ടും. KKയുടെ സ്റ്റീം പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് പുട്ടുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ അക്രോസ് കേരള അവൈലബിൾ ആണ്. ബാംഗ്ലൂരും ഉണ്ട്, അതുപോലെ GCC കൺട്രീസിലുണ്ട്. സോ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. I'll see you with another video. Bye bye.